ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, സ്പോർട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലവിലും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പാരൻസിന് വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നിലവിൽ DTEക്കാണ് അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വരാൻ വൈകുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ആദ്യത്തെ 2 പ്രാവശ്യം വന്നു, പിന്നീട് അത് മാറ്റി. നിലവിലുള്ള വേക്കൻസികളുടെ എണ്ണം വരുമ്പോൾ സ്പോർട്ട് അഡ്മിഷന് മുമ്പ് തന്നെ ഒരു മോപ്പ് അലോട്ട്മെന്റ് കൂടി ഉണ്ടാകുമോ എന്ന ഒരുപാട് പേരുടെ സംശയങ്ങൾ. അതുപോലെ തന്നെ പ്രോക്സി അലോട്ട്മെന്റിനെ കുറിച്ച് പലർക്കും വലിയ ധാരണയില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ആ വിദ്യാർത്ഥി അവിടെ നേരിട്ട് ഹാജരാകേണ്ടതില്ല. പകരം അവർ നിർദ്ദേശിച്ചിട്ടുള്ള ചിലർ കൂടി ഹാജരായാൽ മതിയാകും. ഇനി സെൻട്രലൈസ്ഡ് ഇത്തവണയും നമ്മുടെ തൃശ്ശൂരിൽ വെച്ചൊരു സെൻട്രലൈസ്ഡ് തന്നെ പ്ലാൻ ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. അപ്പോൾ നിലവിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റ്, അതായത് മറ്റൊന്നുമല്ല, കോളേജ് ദോസ്ത്. നമ്മൾ പല വീഡിയോകളിലൂടെയും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. നമ്മുടെ ഇന്ത്യയിലെ പല, പ്രത്യേകിച്ച് +2 കഴിഞ്ഞ് ഇത്തരത്തിൽ എഞ്ചിനീയറിംഗിനൊക്കെ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള സഹായങ്ങൾ സർവീസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവർ ഈ സ്പോർട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കീമിൻ്റെ കഴിഞ്ഞ വർഷം വരെയുള്ള ഡേറ്റ അനുസരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് പോയിട്ട് സ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ അതിനനുസരിച്ചുള്ള ഓരോ രീതിയിലുള്ള ഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏകദേശ ധാരണ കിട്ടും. അല്ലാതെ വരുന്ന അപ്ഡേറ്റ്സ്, ഡേറ്റ്, മറ്റ് മാറ്റങ്ങൾ, നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മുടെ ചാനൽ വഴി, ഇന്നുള്ള വീഡിയോകൾ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്താണ് നിങ്ങളുടെ നിലവിലെ അവസ്ഥ? സ്പോർട്ട് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണോ എന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.